ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ എമ്പുരാൻ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ നടനാണല്ലോ ലാലേട്ടൻ. അതോടൊപ്പം തന്നെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസ് ആണല്ലോ ആശീർവാദ് സിനിമാസ്. ഒരു സമയത്ത് പ്രൊഡക്ഷൻ ഹൗസിന്റെ ഭാഗത്ത് നിന്ന് പ്രൊമോഷണൽ ഫിഗേഴ്സ് കൂടി കൂട്ടിയുള്ള കളക്ഷൻ എല്ലാം തന്നെ വരുന്നു എന്ന പേരിൽ വലിയ വിമർശനങ്ങൾ നേരിട്ട ആദ്യ ആശീർവാദ് സിനിമാസ് ഇപ്പോഴത്തെ എമ്പുരാന്റെ കാര്യത്തിൽ തുടർച്ചയായിട്ട് ട്രാക്കേഴ്സ് കണക്കുകൾ പ്രകാരമുള്ള അതിന്റെ അടിസ്ഥാനത്തിലുള്ള കളക്ഷൻ പുറത്തുവിടുന്ന ഒരു കാഴ്ചയാണല്ലോ കാണുന്നത്. ഇന്നേ ദിവസം 2 ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റേഴ്സ് ആണ് ആശീർവാദ് സിനിമാസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതിലൊന്ന് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 30 കോടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ കാണുന്ന പോസ്റ്റർ ആണെങ്കിൽ മറ്റൊന്ന് 100 കോടി വേൾഡ് വൈഡ് ഷെയർ കളക്ഷൻ കിട്ടിയതിന്റെ ഒരു ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്ററാണ്. ഈ 2 റിപ്പോർട്ടുകളും ഇന്നലെ രാത്രിയോടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഇപ്പോഴത്തെ ട്രാക്കേഴ്സ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആശീർവാദ് സിനിമാസ് അത് ഒഫീഷ്യൽ പോസ്റ്ററായിട്ട് പുറത്തിറക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. എമ്പുരാൻ റിലീസ് ചെയ്യുന്നതിന് മുന്നേ 1-2 മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തലപ്പത്തുള്ള സുരേഷ് കുമാർ പറഞ്ഞിരുന്നുവല്ലോ, ഒരു മലയാളം സിനിമയ്ക്കും ഇന്ന് വരെ 100 കോടി ഷെയർ ഇല്ല എന്ന്. ഇപ്പോഴത്തെ എമ്പുരാൻ ആ സുരേഷ് കുമാറിന്റെ മറുപടി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ലാലേട്ടൻ സിനിമയിലൂടെ മലയാള സിനിമ ഇൻഡസ്ട്രി ആദ്യമായിട്ട് 100 കോടി ഗ്രോസ് മാത്രമല്ല ഇനി മുതൽ കണ്ടിരിക്കുന്നത് 100 കോടി ഷെയറും ആദ്യമായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ലാലേട്ടൻ തന്നെയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഇതിനോടകം തന്നെ വിമർശകരുടെ അവസ്ഥയെല്ലാം തന്നെ ദയനീയമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ ഈ ഒരു 100 കോടി ഷെയറിന്റെ വാർത്ത ഇന്നലെ രാത്രി മുതൽ വന്നതോടെ കമന്റ് ബോക്സിലെല്ലാം തന്നെ ഒരു പൊട്ടിക്കരച്ചൽ എന്നതിലുപരി പ്രളയം ഒഴുക്കുന്ന ലെവൽ മഴയെല്ലാം തന്നെ കണ്ണീർ മഴയെല്ലാം തന്നെ പെയ്യുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ശോചനീയമായ ഒരു അവസ്ഥയിലൂടെയാണല്ലോ പ്രമുഖ നടന്റെ ആരാധകർ നിലവിൽ കടന്നു പോകുന്നത്. അങ്ങനെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ലാലേട്ടനെ വിമർശിച്ചവർക്കെല്ലാം തന്നെ ലാലേട്ടൻ മറുപടി നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇനി നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വിമർശനങ്ങൾക്ക് പ്രമുഖ നടൻ എപ്പോൾ മറുപടി കൊടുക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. അടുത്ത 1 മുതൽ ഒരു 10 വർഷം കൊണ്ട് മറുപടി കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.